ആ ഒരു പെർഫെക്റ്റ് സ്മൈൽ നമ്മൾ പറയില്ലേ, സെലിബ്രിറ്റി സ്മൈൽ, അതിന് വിനീറിങ് ഒരു നല്ല ഓപ്ഷനാണ്. എനിക്ക് ഫ്യൂ ഡേയ്സ് ബാക്ക് ഒരു 35-year-old ഫീമെയിൽ പേഷ്യൻ്റ് വന്നിരുന്നു. അവർ കൺസേൺ വെച്ചാൽ അവർക്ക് പല്ലിൽ സ്റ്റെയിൻസ് ആൻഡ് ഡിസ്കളറേഷൻ ഉണ്ട്, ഒരു ടൂത്ത് വൈറ്റനിങ് വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നത്. ഞാൻ കൺസൾട്ടേഷൻ കഴിഞ്ഞു എക്സാമിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അവരെ പല്ലിൻ്റെ ഔട്ടർ ലെയർ ഇനാമൽ തേഞ്ഞു പോയിട്ടുണ്ട്, ട്രീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ ഞാൻ അവർ പറഞ്ഞതുപോലെ ബ്ലീച്ചിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കണ്ടീഷൻ വേഴ്സ് ആക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ സെൻസിറ്റിവിറ്റി അവർക്ക് ഓൾറെഡി ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ബ്ലീച്ചിങ്ങും കൂടെ ചെയ്യുമ്പോൾ സെൻസിറ്റിവിറ്റി കൂടുകയാണ് ചെയ്യുക. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഇപ്പോൾ പേഷ്യൻ്റെ ഒരു കൺസേൺ സ്മൈൽ മേക്ക് ഓവർ ആണ് എന്നുണ്ടെങ്കിൽ ബ്ലീച്ചിങ് അല്ലാതെ ഉള്ള വേറൊരു ഓപ്ഷനാണ് വിനീറിങ്. ഇതൊരു പെർമനൻറ്റ് ഓപ്ഷനാണ്. ഇപ്പോൾ ടൂത്ത് വൈറ്റനിങ് അതായത് ബ്ലീച്ചിങ് ആണ് എന്നുണ്ടെങ്കിൽ അതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല, അതൊരു 1 year വാലിഡിറ്റി അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് വന്ന് പിന്നെയും നിങ്ങൾ ചെയ്യേണ്ടി വരും. വേറാസ് വിനീറിങ് ആണ് എന്നുണ്ടെങ്കിൽ അതൊരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ടാണ് നമ്മൾ പേഷ്യൻസിന് സജസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് വിനീറിങ് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമുക്കൊരു ബെറ്റർ യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യും. ആ ഒരു പെർഫെക്റ്റ് സ്മൈൽ നമ്മൾ പറയില്ലേ, സെലിബ്രിറ്റി സ്മൈൽ, അതിന് വിനീറിങ് ഒരു നല്ല ഓപ്ഷനാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് സെലക്ട് ചെയ്യാം. പേഷ്യൻ്റെ ഫേസ് നോക്കിയിട്ട് നമ്മളൊരു ഷെയ്ഡ് സെലക്ഷൻ ചെയ്യും. അല്ലാതെ ഇനിയിപ്പോൾ ചില പേഷ്യൻസ് വരും ഒന്നും കൂടെ ബ്രൈറ്റർ സ്മൈൽ വേണം, ബ്രൈറ്റർ ഷെയ്ഡ് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ട് ഒരു പെർഫെക്റ്റ് സ്മൈൽ മേക്ക് ഓവർ തന്നെ ക്രിയേറ്റ് ചെയ്യാം.